സുഹൃത്തുക്കളെ, ഞാൻ അസീസ് തരുവണ. ചിറ്റാരിപ്പറമ്പ് മലയാളം ഓപ്പൺ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ പ്രഭാഷണ പരിപാടിയിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഫാദർ കാമിൽ ബുൽക്കയുടെ രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന പുസ്തകത്തെ മുൻനിർത്തിയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് രാമകഥാ സംബന്ധിയായ എൻസൈക്ലോപീഡിയ എന്നാണ്. ഈ കൃതിയിൽ 300 രാമായണങ്ങളെക്കുറിച്ച് കാമിൽ ബുൽക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗ്രന്ഥകാരനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ബെൽജിയം സ്വദേശിയായ ഒരു ജെസ്യൂട്ട് പുരോഹിതനായിരുന്നു കാമിൽ ബുൽക്കെ. 1909 ജനിച്ച അദ്ദേഹം 1930 ഈശോ സഭയിൽ അംഗമാവുകയുണ്ടായി. 1935 വൈദിക പ്രവർത്തനത്തിനായി ഇന്ത്യയിലെത്തി. 1945 കൽക്കത്ത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത ഭാഷയിൽ BA ഡിഗ്രി കരസ്ഥമാക്കിയ അദ്ദേഹം 1947 പ്രയാഗ സർവകലാശാലയിൽ നിന്ന് ഹിന്ദി ഭാഷയിലും സാഹിത്യത്തിലും MA ബിരുദം കരസ്ഥമാക്കുകയുണ്ടായി. തുടർന്ന് 1949 അതേ യൂണിവേഴ്സിറ്റിയിൽ രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന വിഷയത്തിൽ PhD ചെയ്തു. 1950 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച കാമിൽ ബുൽക്കയെ 1974 ഇന്ത്യ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. കാമിൽ ബുൽക്കെ ഈ പുസ്തകത്തിന് പുറമെ ശ്രദ്ധേയമായ മറ്റു ചില വർക്കുകളും ചെയ്തിട്ടുണ്ട്. രാമകഥയും തുളസീദാസനും, തീയിസം ഓഫ് ന്യായ വൈശേഷികി, ബൈബിൾ പുതിയ നിയമത്തിൻ്റെ പരിഭാഷയായ മുക്തിദാത, ഇങ്ങനെ 1 ഡസനിലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന ഈ കൃതി രാമകഥാ സംബന്ധിയായ പഠനം നടത്തുന്നവർക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത പുസ്തകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 300 രാമായണങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. AK രാമാനുജന്റെ പ്രസിദ്ധമായ 300 രാമായണാസ് 5 എക്സാമ്പിൾസ് 3 തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻ എന്ന പുസ്തകത്തിൽ ഈ പുസ്തകത്തിലെ 300 രാമായണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകത്തിന് 300 രാമായണങ്ങൾ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ രാമകഥാ സംബന്ധിയായ അതിൻ്റെ റൂട്ടുകളിലൂടെ സഞ്ചരിച്ച് വൈദിക സാഹിത്യത്തിൽ ഏതൊക്കെ രീതിയിലാണ് രാമകഥ നിലനിൽക്കുന്നത് എന്ന് ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. ഈ പുസ്തകത്തിന് 6 ഭാഗങ്ങളാണുള്ളത്. അതേപോലെ തന്നെ വാൽമീകി രാമായണത്തിൻ്റെ ബഹുരൂപങ്ങളെക്കുറിച്ച് ഇതിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വാൽമീകി രാമായണത്തിന് 3 തരം ടെക്സ്റ്റുകൾ ലഭ്യമാണ്: കൗഢീയം, ഉത്തരീയം, പശ്ചിമോത്തരീയം എന്നിങ്ങനെ. അവയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഈ പുസ്തകത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. രാമായണത്തിൻ്റെ രചനാകാലം, അതേപോലെ തന്നെ ആദികവി വാൽമീകി, ഇതൊക്കെയാണ് 2-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ മഹാഭാരതവും രാമായണവും, മഹാഭാരതത്തിലെ രാമകഥ, അരണ്യപർവം, ദ്രോണപർവം, ശാന്തിപർവം, മഹാഭാരതത്തിൻ്റെ രാമാവതാരം എന്നിങ്ങനെ മഹാഭാരതവുമായി കണക്ട് ചെയ്ത് രാമായണത്തെ വായിക്കുകയാണ് ഈ 3-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. അതേസമയം 4-ാമത്തെ അധ്യായം ബൗദ്ധ രാമായണങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ദശരഥ ജാതകം, അനാമകൻ ജാതകം, ദശരഥ കഥാനം, അന്യ ബൗദ്ധ സാഹിത്യം എന്നിങ്ങനെ 4 ചാപ്റ്ററുകളിലായി വളരെ ആഴത്തിൽ ബൗദ്ധ രാമായണങ്ങളെക്കുറിച്ച് പറയുന്നു. ബൗദ്ധ രാമായണം എന്നത് വാൽമീകി രാമായണത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ കഥ മുമ്പോട്ട് വെക്കുന്ന പാഠരൂപമാണ്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കൃതിയിലെ രാജധാനി ദശരഥ മഹാരാജാവിൻ്റെ രാജധാനി സ്ഥിതി ചെയ്യുന്നത് വാരാണസിയിലാണ്. അതേപോലെ തന്നെ രാമൻ സീത ഈ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി രാമായണത്തിൽ രാമൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ബൗദ്ധ ദശരഥ ജാതകത്തിൽ രാമൻ്റെ പെങ്ങളായിട്ടാണ് സീതയെ അവതരിപ്പിക്കുന്നത് എന്നൊരു വ്യത്യാസമുണ്ട്. അടുത്ത അധ്യായത്തിൽ ജൈന രാമായണങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിൽ വിമലാസുരിയുടെ പൗമചരീയം എന്ന കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഈ കൃതിയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ട പൗമചരീയം സംസ്കൃത ഭാഷയിൽ പത്മചരിതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കൃതിയും വാൽമീകി രാമായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടെക്സ്റ്റാണ്. വാൽമീകി രാമായണത്തിൽ നിന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, രാവണനെ കൊന്നത് കാരണം, അഹിംസ ചെയ്തത് കാരണം ലക്ഷ്മണൻ നരകത്തിൽ പോയി എന്നും പിന്നീട് പ്രതിക്രിയകളും മറ്റു ചെയ്ത് സ്വർഗത്തിലേക്ക് വന്നും എന്നാണ് ഈ രാമായണത്തിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു കാര്യം വിദേശ രാമായണങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. രാമായണം ഒരു ഇന്ത്യൻ ഇതിഹാസം മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിലൊട്ടാകെ രാമായണം ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ചൈന, വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങി ഏഷ്യൻ രാജ്യങ്ങളിലൊട്ടാകെ പല രൂപത്തിൽ വാൽമീകി രാമായണം നിലനിൽക്കുന്നുണ്ട്. ഓരോ രാജ്യക്കാരും വിശ്വസിക്കുന്നത് അവരവരുടെ രാജ്യത്താണ് ഈ കഥ നടന്നിട്ടുള്ളത് എന്നാണ്. അത്തരം കാര്യങ്ങൾ ഈ വിദേശ രാമായണങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, ഈ പുസ്തകത്തിൽ ബൗദ്ധ രാമായണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബൗദ്ധ സ്വാധീനം എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ കാണപ്പെടുന്നത് എന്ന കാര്യവും ഇതിൽ പറയുന്നുണ്ട്. വാൽമീകി രാമനെക്കുറിച്ച് പറയുന്ന ഒരു വാചകം വാൽമീകി രാമായണത്തിൻ്റെ ഗൗഡീയ പാഠത്തിലുള്ളത് ഈ കൃതിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേറെ കൗതുകകരമാണ്. ദശരഥ മഹാരാജാവ് മരണപ്പെട്ടപ്പോൾ ആ മരണവൃത്താന്തം അറിയിക്കുന്നതിന് വേണ്ടി രാമൻ്റെ അടുത്തേക്ക് പോയ സംഘത്തിൽ ജബാലി എന്ന പണ്ഡിതനുമുണ്ടായിരുന്നു. ജബാലി രാമനുമായി പല വിഷയങ്ങളും സംസാരിക്കുകയാണ്. ആ സമയത്ത് ബൗദ്ധ ദർശനങ്ങളെക്കുറിച്ച് ജബാലി സൂചിപ്പിക്കുന്നു. ആ സമയത്ത് രാമൻ പറയുന്ന ഒരു വാചകം, രാമൻ ബുദ്ധനുമായിട്ട് അടുക്കരുത്, അദ്ദേഹം ചോരനും യുക്തിവാദിയുമാണ് എന്നാണ്. യഥാഹി ചോര സദാഹി ബുദ്ധസ്തഥാഗതം നാസ്തിക മാത്ര വിദ്ധി എന്ന് പറയുന്നുണ്ട്. ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് പാശ്ചാത്യ രാമായണ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഹീൽ എന്ന പണ്ഡിതൻ പറയുന്നത്, വാൽമീകി രാമായണം എഴുതുന്ന കാലത്ത് കോസലം പ്രദേശത്ത് ബൗദ്ധ ആശയങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം രാമായണത്തിലെ ബൗദ്ധ ആശയങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ക്രൗഞ്ച മിഥുനങ്ങളെ അതിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ സംഭവം നമുക്കറിയാം. അപ്പോൾ വാൽമീകി മാ നിഷാദ പ്രതിഷ്ഠാംഗ മകമശ്വാശ്വതി സമഹ എന്ന് തുടങ്ങുന്ന ശ്ലോകം ഉച്ചരിച്ചതും മറ്റും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഹീൽ എന്ന വെസ്റ്റേൺ രാമായണ ഗവേഷകൻ പണ്ഡിതൻ പറയുന്നത്, ഈ അഹിംസ എന്നത് ഒരു ബൗദ്ധ ആശയമാണ്, അത് ബ്രാഹ്മണിക്കലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പഠന വിധേയമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ടെക്സ്റ്റുകളെ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത പല മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ പഠനം പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഭൂട്ടാൻ, ബർമ്മ, സിലോൺ, ജപ്പാൻ തുടങ്ങി ഏഷ്യൻ രാജ്യങ്ങളിലെ ഓരോ രാജ്യങ്ങളിലെയും രാമായണത്തിൻ്റെ പ്രത്യേകതകൾ ഇതിലെടുത്തു പറയുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ട മറ്റൊന്നാണ് മുസ്ലിം വേർഷൻസ് രാമായണത്തിന് എത്രത്തോളം ഉണ്ടായി എന്ന കാര്യം. ഇന്തോനേഷ്യയിലെ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ രാമായണത്തിൻ്റെ പേര് ഹിക്കായത്ത് ശരീരാം എന്നാണ്. ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ കഥ എന്നാണ് അർത്ഥം. ശരീരാം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ, രാമകഥ എന്ന് പറയാം.
ഈ കൃതി എഴുതിയത് സുനാൻ കാലിജാഗ എന്നൊരു സൂഫിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മുടെ വാൽമീകിയുടെ ജീവിതവും ഏറെക്കുറെ ഒരേപോലെയാണെന്ന് കാണാം. വാൽമീകി പൂർവാശ്രമത്തിൽ ഒരു കാട്ടാളനായിരുന്നെങ്കിൽ, കൊള്ളക്കാരനായിരുന്നുവെങ്കിൽ, ഈ ടെക്സ്റ്റിൽ എത്തുമ്പോൾ ഈ ഇന്തോനേഷ്യൻ രാമായണം എഴുതിയ സുനാൻ കാലിജാഗ ഒരു ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ഒരു ചൂതാട്ടക്കാരനായിരുന്നു. പിന്നീട് മാനസാന്തരം വന്നതിനെക്കുറിച്ച് അവിടുത്തെ രാമായണ കഥയിൽ പറയുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ ഹിക്കായത്ത് മഹായുദ്ധ എന്ന മഹാഭാരതവുമുണ്ട്. ഹിക്കായത്ത് സെരീരാമിൽ അള്ളാഹുവും മുഹമ്മദ് നബിയും ആദൻ നബിയും ജിബ്രീലും ഒക്കെ കടന്നു വരുന്നു, മാലാഖ ഗബ്രയേൽ, മാലാഖ ജിബ്രീൽ ഒക്കെ കടന്നു വരുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ രാമായണ ടെക്സ്റ്റുകളെ കുറിച്ച് വളരെ ആഴത്തിൽ ഈ കൃതിയിൽ പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭക്തി പ്രസ്ഥാനം രാമായണത്തെ എவ்விധം സ്വീകരിച്ചു എന്ന കാര്യം ഈ കൃതി ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഉണ്ടായ ഭക്തിപ്രസ്ഥാന സംബന്ധിയായ രാമായണ കൃതികളെ രാമകഥാ ഉത്ഭവവും വളർച്ചയും സവിസ്തരം പരിചയപ്പെടുത്തുന്നു. മലയാളത്തിൽ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം, തമിഴിൽ കമ്പരാമായണം, കർണാടകയിലെ പമ്പരാമായണം, ഹിന്ദി ഭാഷയിൽ തുളസീദാസ് രചിച്ച രാമചരിതമാനസം, ബംഗാളിയിലെ കൃതിവാസ രാമായണം തുടങ്ങി എല്ലാ കൃതികളിലൂടെയും ഈ കൃതി കടന്നു പോകുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയിലെ വ്യത്യസ്ത ആദിവാസി സമൂഹം എങ്ങനെയാണ് രാമായണത്തെ സ്വീകരിച്ചത് എന്ന കാര്യം ഈ കൃതിയിൽ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. സാന്താൾ, ഉറാവ്, ഗഞ്ച്, ബജ്രംഗ് തുടങ്ങി ഒട്ടേറെ ആദിവാസി സമൂഹങ്ങൾ അവരുടെ നാടോടി സാഹിത്യത്തിൽ, അവരുടെ വാമൊഴി സാഹിത്യത്തിൽ എങ്ങനെയാണ് വാൽമീകി രാമായണത്തെ, രാമായണ പാഠത്തെ ഉൾക്കൊണ്ടത് എന്ന കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. എൻ്റെ ഗവേഷണ മേഖല രാമായണത്തിൻ്റെ വാമൊഴി പാരമ്പര്യത്തെക്കുറിച്ചായിരുന്നു. അതും വയനാട് ജില്ലയിൽ നിലനിന്നിരുന്ന, വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന രാമായണ ആഖ്യാനങ്ങളെയാണ് ഞാൻ സവിശേഷമായി പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ വയനാടൻ രാമായണം, എത്ര രാമായണങ്ങൾ, ദി രാമായണാസ് ഓഫ് വയനാട്, ലിവിങ് രാമായണാസ് എന്ന പുസ്തകത്തിലൊക്കെ തന്നെയും ഞാൻ ഈ കാര്യം വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ രാമായണ സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ പറയാവുന്ന തരത്തിൽ ഒരു എൻസൈക്ലോപീഡിയ സ്വഭാവത്തിൽ കാമൽ ബിൽക്കെ തൻ്റെ കൃതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാമായണ സംബന്ധിയായി എഴുതപ്പെട്ട മറ്റ് കൃതികളിൽ നമ്മൾ കാണാത്ത ഒരു സവിശേഷത, ഈ പുസ്തകത്തിൻ്റെ ഘടന തന്നെ ഏറെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ഓരോ പാരഗ്രാഫിനും നമ്പർ നൽകിക്കൊണ്ട് ഉള്ള ഒരു രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരധ്യായത്തിൽ ഒരു പാരഗ്രാഫിൽ, ഇപ്പോൾ 590 പാരഗ്രാഫിൽ ഒരു കാര്യം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ടെങ്കിൽ ആ നമ്പർ അടിയിൽ കൊടുത്ത് ആ നമ്പർ കാണുക എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം, രാമായണ സംബന്ധിയായ ഗവേഷണം നടത്തുന്നവർക്കും അല്ലാത്തവർക്കും ഈ കൃതിയുടെ ഒരു രചനാ സങ്കേതം അനുകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാഠമാകാവുന്നതാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ സൂക്ഷ്മതലത്തിൽ പോയി രാമകഥയുടെ തുടക്കം മുതൽ അതിൻ്റെ വികാസം, അതിൻ്റെ പരന്നൊഴുകൽ എല്ലാം ഈ കൃതിയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. രാമായണം എന്നത് ഒരു സ്തംഭിച്ച ഒരു കൃതിയല്ലെന്നും അത് നിരന്തരം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷമാണെന്നും ഈ കൃതി തെളിയിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും, അഥവാ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഭൂട്ടാൻ, ബർമ, സിലോൺ, ജപ്പാൻ തുടങ്ങി എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും രാമായണം എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ജൈന, ബൗദ്ധ, മുസ്ലിം, ആദിവാസി വിഭാഗങ്ങളെയൊക്കെ തന്നെയും
പല അളവിൽ രാമായണം സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ഈ കൃതി വ്യക്തമാക്കുന്നു. അതേപോലെ രാമായണത്തിൻ്റെ രചനാകാലത്തെക്കുറിച്ച് വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഈ കൃതിയിൽ സ്വരൂപിച്ചിട്ടുണ്ട്. ബവർ, യാക്കോബി, ഗ്ലേഗൽ തുടങ്ങി ഒട്ടേറെ വെസ്റ്റേൺ പണ്ഡിതന്മാർ രാമായണത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങളെ ഈ കൃതിയിൽ അദ്ദേഹം സമഞ്ജസമായി പലയിടത്തായി ആവിഷ്കരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം, വാൽമീകി രാമായണം എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ രാമായണം വാമൊഴിയായി പ്രചരിച്ചിരുന്നു എന്നും അങ്ങനെ പ്രചരിച്ച വാമൊഴി രാമായണത്തെ ഇന്ത്യയിലെ 19 മഹർഷിമാരെങ്കിലും കലക്ട് ചെയ്തിട്ടുണ്ട് എന്നും ഈ കൃതിയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ശ്രീരാമദാസ ഗൗഡർ തൻ്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ ഈ 12 ഈ മഹർഷിമാർ സമാഹരിച്ച രാമായണങ്ങളിലെ സംക്ഷിപ്തം നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെയും കാമിൽ ബുൽക്കെ തൻ്റെ കൃതിയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് വാൽമീകി രാമായണത്തെ അല്ലെങ്കിൽ രാമായണ സംസ്കാരത്തെ, രാമായണം എന്ന മഹാ ഇതിഹാസത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സമ്മാനമായി നൽകാവുന്ന ഒരു കൃതി കൂടിയാണ് ഈ രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന പുസ്തകം. ഇതിൻ്റെ പ്രസിദ്ധീകരണം മലയാളത്തിൽ നിർവഹിച്ചിരിക്കുന്നത് സാഹിത്യ അക്കാദമിയാണ്. കേരള സാഹിത്യ അക്കാദമി 1974 ഈ പുസ്തകം 1-ാം പതിപ്പായി പ്രസിദ്ധീകരിച്ചത്. അഭയദേവാണ് ഈ പുസ്തകത്തിൻ്റെ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാമായണത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഉത്ഭവവും വളർച്ചയും വികാസവും ചർച്ച ചെയ്യുന്ന ഒരു എൻസൈക്ലോപീഡിയയാണ് രാമകഥ ഉത്ഭവവും വളർച്ചയും.